പ്രിയമുള്ളവരെ, മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ കനകക്കുന്നിലെ രണ്ടാം ശനി ആചരണം 11/7/2026 കാലത്ത് 10 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 4:30 വരെ ജപമാല, സ്തുതി ആരാധന, വിശുദ്ധ കുർബാന, നേർച്ച ഭക്ഷണം, മരിയൻ പ്രഭാഷണം, ദിവ്യകാരുണ്യ ആരാധന. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് റവറൻഡ് സിസ്റ്റർ ഡോക്ടർ കാർമൽ CMC ആൻഡ് ടീം. എല്ലാവരെയും മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കനകക്കുന്നിലെ രണ്ടാം ശനി ആചരണം. അമ്മേ മാതാവേ, അമ്മേ അമ്മേ, ആവേ മരിയ, ആവേ ആവേ. മാമയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. ആ ധ്യാനം നിങ്ങൾ എത്ര പേര് പ്രാക്ടീസ് ചെയ്തു എന്ന് ചോദിക്കുന്നില്ല. നമ്മൾ ആദ്യം തന്നെ ആ ധ്യാനം ഒന്ന് നടത്തിയിട്ടാണ് ഇന്ന് നമ്മൾ മാതാവിൻ്റെ പ്രദക്ഷിണം, അത് കഴിയുമ്പോൾ കുരിശിൻ്റെ പ്രദക്ഷിണം, ഇതൊക്കെ ചെയ്ത് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നത്. പ്രഭാഷകൻ 36:6 ഞങ്ങൾ കടന്നു വരുമ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത്. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവേ അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. പ്രഭാഷകൻ 36:6. അത് ഇവിടെ ധ്യാനിപ്പിക്കാൻ വരുന്നവരുടെയോ കൗൺസിലിംഗ് ചെയ്യുന്നവരുടെയോ ടീം അംഗങ്ങളുടെയോ ഒന്നുമല്ല. ആരുടെ കരബലമാണ്? കർത്താവിൻ്റെ കരബലമാണ് ഇവിടെ പ്രകടമാക്കാൻ പോകുന്നത്. അപ്പോൾ യോഹന്നാന്റെ നമ്മളെ ജനനം ലൂക്ക 1 വായിക്കും പറയാം, മർക്കോസ് 1 വായിക്കും പറയാം. കർത്താവിൻ്റെ കരം സ്നാപയോഹന്നാനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ അവൾ കൃപ കണ്ടെത്തി. കർത്താവിൻ്റെ കരം പൂർവ്വ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവിൻ്റെ കരമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. വീണ്ടും നമ്മുടെ ഈ മറ്റം ഫൊറോനയിൽ പറയുകയാണെങ്കിൽ ഹബക്കൂക്ക് 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാനിതാ ഇന്ന് ചെയ്യാൻ പോകുന്നു. ഹബക്കൂക്ക് 1:5 അതിന്റെ അഭിഷേകം. ഇവിടെ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ ഉറക്കെ ആമേൻ എന്ന് പറയണം. അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞ വചനം നിങ്ങളിലെ, നിങ്ങളുടെ കുടുംബങ്ങളിലെ, ഈ മറ്റം ഫൊറോണയിലെ, വികാരിയച്ഛനിലെ, കൊച്ചച്ഛനിലെ ഒക്കെ വന്നത് പതിക്കുകയാണ്. അപ്പൊ ഒരിക്കലും കൂടെ പറയാം. പ്രഭാഷകൻ 36:6 അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ദൈവമേ അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. ആമേൻ 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 ആമേൻ. ഹബക്കൂക്ക് 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാനിതാ ചെയ്യാൻ പോകുന്നു. ആമേൻ എന്ന് പറഞ്ഞ നിമിഷം നിങ്ങളിലെ അത് വന്ന് സംഭവിച്ചു. അപ്രകാരമാകട്ടെ ആമേൻ എന്നാണ് നിങ്ങൾ എന്നോട് പറയുന്നത്. 2-3 വചനം കൂടി അങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പിന്നെ ഇതാ കർത്താവിൻ്റെ കുരിശ് നരകശക്തികളെ ഓടിപ്പോകുവിൻ, കരയാതിരിക്കൂ, യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട്
5:5. ആമേൻ. ആമേൻ. ശക്തമായി പറയാം. ആമേൻ. നല്ല ശക്തിയായിട്ടുണ്ട്. അടുത്തത് ജ്ഞാനം 16:10. അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. ആമേൻ. ലൂക്ക 18:27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ആമേൻ. ലൂക്ക 1:37. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആമേൻ. പഠിച്ചു. വചനം പറയാനും ആമേൻ പറയാനും പഠിച്ചു. വെളിപാട് 1:3. എന്റെ വചനം ശ്രവിക്കുകയും പാലിക്കുകയും വായിക്കുകയും ചെയ്താൽ നിങ്ങൾ അനുഗ്രഹീതർ. അവർ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഇനി കുറച്ച് നീളത്തിൽ ഇത് പറഞ്ഞിട്ട് നിർത്താം. അത് ഓരോന്നും നിങ്ങൾ ആമേൻ പറയണം കേട്ടോ. റെഡിയല്ലേ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 5 1 മുതലുള്ള തിരുവചനങ്ങൾ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആമേൻ. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ആമേൻ. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. ആമേൻ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ആമേൻ. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ആമേൻ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആമേൻ. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആമേൻ. എന്റെ നാമനിമിത്തം നിങ്ങളെ പീഡിപ്പിക്കുകയോ അവഗണിക്കുകയോ മറ്റെല്ലാ തിന്മകളും, ഭർത്താവായി ഭാര്യ, ഭർത്താനമായി നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത വക തിന്മകൾ നിങ്ങൾക്കെതിരായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും. ആമേൻ. സത്യമായിട്ടായിക്കോട്ടെ, വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്റെ നാമം നിമിത്തം നിങ്ങളെ പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും ഒറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും തെറ്റിദ്ധരിക്കുകയും നിങ്ങൾക്കെതിരെ സകലവിധ തിന്മകളും ആരോപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും. ആമേൻ. ശക്തമായ വാക്കാണ്. ഇനി 3 വാക്ക് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ധ്യാനത്തിലേക്ക് കടന്ന് പ്രദർശനത്തിലേക്ക് കടക്കാം. എഴുതിക്കോ. 1 യാഹ്വേ ഈരേ. ഈ ദിവസങ്ങളിൽ സിസ്റ്റർ പഠിപ്പിച്ച പരിശ്രമാവ് ഹോശാന എന്ന വാക്ക് പോലെ യാഹ്വേ ഈരേ. എന്താണ് അതിന്റെ അർത്ഥം? യഹോവ, എല്ലാം കാണുന്ന യഹോവ, എൻ്റെ ദൈവം എന്നെ കാണുകയും എല്ലാം എനിക്ക് നൽകുകയും എൻ്റെ ഈ തക്ക സമയത്ത് എന്നെ പരിപാലിക്കുകയും സംരക്ഷണം നൽകുകയും എനിക്ക് ഇര നൽകുന്നു. ഇര നൽകുക എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം നൽകുക. എന്നെ കാണുന്ന എൻ്റെ ദൈവം എനിക്ക് എല്ലാം നൽകുന്നു. അവനെ വിളിക്കുന്ന പേരാണ് യാഹ്വേയിരെ. 33 തവണ ഒന്നുകിൽ യാഹ്വേയിരെ യാഹ്വേയിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു. യാഹ്വേയിരെ യാഹ്വേയിരെ എന്ന് നിങ്ങൾ ഏറ്റുചൊല്ല, അല്ലെങ്കിൽ 33 തവണ യാഹ്വേയിരെ എന്ന് പുസ്തകത്തിൽ നിങ്ങൾ എഴുതുക. എഴുതുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. വെളിപാട് 1:3 എഴുതുക എന്ന് പറയില്ല, പക്ഷെ കൂട്ടിച്ചേർക്കും. ദൈവവചനമെല്ലാം ദൈവനിവേശിതമാണ്. അത് വായിക്കുകയും അവന്റെ അത് കഴിഞ്ഞിട്ട് മതി, അവസാനം മതി നമ്മൾ ചേർക്കണത്. അത് വായിക്കുകയും ശ്രവിക്കുകയും പാലിക്കുകയും എഴുതുകയും ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ ഈ ദൈവവചനം ഒരു വചനമാണ് യാഹ്വേ. ഇത് ബൈബിളിലുള്ള സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ടൊന്നുമല്ല. നമ്മുടെ ഉൽപ്പത്തി, പുറപ്പാട്, ഇവിടെയൊക്കെ യാഹ്വേ ഇരയുണ്ട്. അടുത്തതായിട്ട് 2ാമത്തെ വചനം. 3 വാക്കുകൾ എഴുതാനും പറയാനും എളുപ്പം. എഫാഥ. എന്താണ് അതിന്റെ അർത്ഥം? തുറക്കപ്പെടട്ടെ. എഫാഥ,
അതായത് അടഞ്ഞ വാതിലുകൾ, പകുതി അടഞ്ഞ വാതിലുകൾ, എന്നേക്കുമായി അടഞ്ഞ വാതിലുകൾ. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ? ആ വാതിലുകൾ തുറക്കപ്പെടാനായിട്ട് എന്നേക്കുമായി ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം. ചിലപ്പോൾ ഭർത്താവ് അടച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഭാര്യ അടച്ചിട്ടുണ്ടാവും, മക്കൾ അടച്ചിട്ടുണ്ടാവും, അയൽപ്പക്കക്കാര്, സുഹൃത്തുക്കൾ, സ്നേഹിതരൊക്കെ ആയിരിക്കാം. കർത്താവേ, അടഞ്ഞ വാതിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അത് വേണമെങ്കിൽ മകളുടെ കല്യാണമായിരിക്കാം, മകന്റെ കല്യാണമായിരിക്കാം, ജോലിയൊക്കെ എന്തെങ്കിലും ആവട്ടെ, തുറക്കപ്പെടട്ടെ 33 തവണ നമ്മൾ പറയുകയോ എഴുതുകയോ ചെയ്യാം. എന്താണ് 33 തവണയുടെ പ്രത്യേകത? നമ്മുടെ കർത്താവ് യേശു മിശിഹാ 33-ാം വയസ്സിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, അതിക്രമങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച തിരുവയസ്സിന്റെ യോഗ്യതയാൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 33 അടുത്ത മൂന്നാമത്തെ കാര്യമാണ് ഓശാന. ഇപ്പോഴും അതറിയാത്തവരുണ്ട്. ഇപ്പൊ ഞാൻ കയറി വരുമ്പോ എന്താ സിസ്റ്റർ, എന്താ അതിന്റെ അർത്ഥം? അപ്പൊ ചോദിച്ചു. ഇത്രമാത്രം വീഡിയോസില് ഈ ഓശാന സിസ്റ്റർ ഇട്ടിട്ട് ഇപ്പോഴും മക്കൾ ചോദിക്കുക, ഓശാന എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഓശാന എന്ന വാക്കിന്റെ അർത്ഥം എൻ്റെ ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണമേ. ഞാൻ പറയണേ, വൃദ്ധരായ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് 75 കഴിഞ്ഞ് 80 കഴിഞ്ഞവരോട് സിസ്റ്റർ പറയണം, ഒരു പണിയില്ല, മക്കള് ശ്രദ്ധിക്കണില്ല, മക്കൾ ഞാനുമായിട്ട് ഒന്നും ആലോചിക്കണില്ല, മരുമകൾ അടുക്കള കയ്യേറി, എനിക്കൊന്നുമില്ല, ഞാൻ ആരുമല്ല ഈ വീട്ടിലെ, പറയരുത്. നിങ്ങള് എങ്ങനെ, ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം, ഈ ചേച്ചി വാങ്ങിത്തരും, ഈ പ്രേക്ഷിത വാങ്ങിത്തരും, നോട്ട് ബുക്ക്, പേന, ഇത് മാത്രം മതി ഈ വയസ്സാക്കാലത്ത്. ഈ വയസ്സാക്കാലത്ത് ഒരു നോട്ട് ബുക്ക്, പേന മതി. സ്വർണ്ണമാല വേണ്ട, സ്വർണം കമ്പിൽ ജീവിതത്തിൽ ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കേണ്ട, എൻ്റെ എല്ലാം വീട് പണിക്ക് മോൻ എടുത്തോണ്ട് പോയി കട്ടോണ്ട് പോയി എന്ന് വിചാരിക്കേണ്ട, ഭർത്താവ് അപ്പാപ്പ മരിച്ചു പോയി എന്ന് വിചാരിക്കേണ്ട. നമുക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് നേരം പോകുന്നില്ല, കൊച്ചുമക്കൾ വിളിക്കുന്നില്ല. അപ്പൊ എല്ലാ വീടുകളിലും, ഏത് വീട്ടിൽ ചെന്നാലും ആപ്പിനമ്മി മാത്രമുള്ള ഒരു വലിയ വീട് അല്ലെങ്കിൽ ചെറിയ വീട്, പേരക്കുട്ടികള് ഒന്നുകൂടി ഇല്ല, കണ്ടിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യുക, ഒരു നോട്ട് ബുക്കും പേനയും ബൈബിളും ഉണ്ടായ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. ഒന്നിനും പറ്റില്ല. ഞാൻ നോട്ട് ബുക്ക് എടുത്ത് ഓശാന ഓശാന ഓശാന, എൻ്റെ ഈശോയെ എന്നെ ഇപ്പോൾ രക്ഷിക്കണം. വിവാഹം എന്ന കൂദാശ വഴി നിങ്ങളുടെ ഭർത്താവ് പത്രോസേട്ടനെ മരിച്ചു പോയിട്ടുള്ളോ? ഒരു ഭർത്താവ് കൂടി അവിടെ നിൽക്കുന്നുണ്ട്, യേശുവേട്ടൻ. അറിയണില്ല, ആരും അറിയണില്ല. സന്തോഷായില്ലേ? മുട്ടി തട്ടിയിട്ടവർക്ക് സന്തോഷായി. യേശുവേട്ടൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നുണ്ട്. മത്തായിനെ കൊണ്ടുപോയിട്ടുള്ളോ? ഇതിവിടെ നോക്കിയിരിക്കാം, എന്നാ എന്നെ യേശുവേട്ടാന്ന് വിളിക്കാന്ന് ചോദിച്ചത്. ആര് ശ്രദ്ധിക്കണം? എനിക്കാരുമില്ല, അൺവാണ്ടഡ് പേഴ്സൺ, യൂസ്ലെസ് പേഴ്സൺ അല്ല. നീ അമൂല്യമാണ്, പ്രിയങ്കരിയാണ്, വിലപ്പെട്ടവളാണ്. ഒരൊറ്റ ഒരാൾക്ക് മാത്രമേ അതൊക്കെയുള്ളൂ. മറ്റവരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു പോകും. നിങ്ങൾ എവിടെയൊക്കെ ഓടി 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 നടന്നാൽ അവസാനം നമ്മൾ ഒരിക്കലും അതൊന്നും ഉണ്ടാവില്ല കേട്ടോ, ആരും ഉണ്ടാവില്ല കേട്ടോ. യേശു മാത്രം. കണ്ണടച്ച് കണ്ണും പൂട്ടി നിങ്ങൾ യേശുവിനെ വിളിക്കാം. ഈ അടുത്ത് 2 ദിവസം മുൻപ്, കുറച്ച് ദിവസം മുൻപ് ഒരു വീട്ടിൽ പോയി കൈ മുറിച്ചു. മകൻ ഫാനിലേക്ക് നോക്കിയിരിക്കുക. സാമ്പത്തികമായ കടം, വേറൊന്നും പറയേണ്ട കാര്യം, സാമ്പത്തിക കടം. ഈ ഭർത്താവിന്റെ ഭാര്യ വാതോരാതെ പറഞ്ഞോണ്ടിരിക്കുക, അവൾ മാത്രം ഒറ്റയ്ക്ക് വീട്ടിലുള്ളോ, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. പിന്നെ ഇവിടുത്തെ ആനും കഴിഞ്ഞിട്ട് വേണം അവരെ മുരുകൂര് കൊണ്ടുപോയാക്കാൻ പോകാൻ ഞാൻ ഒരാഴ്ച. അതുകൊണ്ട് വീണ്ടും ഒരാഴ്ച കൂടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, 2 ആഴ്ച അവിടെ ഇരിക്കാം. ഈ പറയുന്ന വ്യക്തി ബൈബിള് വായിക്കുകയോ ജപമാലയുടെ കുറവാണ് നിങ്ങളുടെ കുടുംബങ്ങളുടെ തകർച്ച.
പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥന. അപ്പൊ നമ്മള് എവിടേക്കൊക്കെ ഓടിയ എല്ലാവരും എന്നെ കാണുമ്പോൾ ചിലപ്പോ പറയാറുണ്ട്, സിസ്റ്ററെ ഒരു കാര്യം നടക്കില്ല. ചിലര് ഭയങ്കര അഭിമാനത്തിൽ പറയും, ഞാൻ ഉടമ്പടി എടുത്ത ആളാന്ന് പറയും. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ വാക്ക് കേൾക്കുമ്പോഴേ ഞാൻ ഞെട്ടും. ഈശോയാകുന്ന ഉടമ്പടി, ഉടമ്പടി പേടകമാകുന്ന അമ്മ. അത്രേ പറയാനുള്ള, കൂടുതൽ പറയുന്നില്ല. ഈശോയാകുന്ന ഉടമ്പടി, ഉടമ്പടി പേടകമാകുന്ന മാതാവ്. ഇത്രയും ഞാൻ നിങ്ങളോട് പറയാം. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നത്, ഞാൻ ഉടമ്പടിയുടെ താളം എന്നൊക്കെ പറയും. ഒന്നും ഉണ്ടാറില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് നീലും പച്ചയും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഓക്കെ, ശരി, പ്രാർത്ഥിച്ചോളൂ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പോയിട്ടില്ല. നിങ്ങളുടെ ഇടവക മുറ്റത്തെ പരിശുദ്ധ കുർബാന, നിങ്ങളുടെ ഇടവകയിൽ ഇങ്ങനെ സംഘടിപ്പിക്കുന്ന കൂട്ടായ്മ, ഇതിനേക്കാൾ വലുതൊന്നുമില്ലാട്ടോ. അല്ലാതെ കൈയടിച്ച് സ്വർഗത്തിന് കൈയടിക്കട്ടെ. ഇത് അനുഭവിച്ചറിഞ്ഞ് കൗൺസിലിങ്ങിലൂടെ ഒരുപാട് കേട്ട് അസിസ്റ്റ് പറയുന്നത്. നിങ്ങളെ കെട്ടിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ നട്ട ഈ ഇടവക മുറ്റത്തെ ഇടവക ദേവാലയവും പരിശുദ്ധ കുർബാനയും അവിടെ നടക്കുന്ന ധ്യാനങ്ങൾ, കൂട്ടായ്മകൾ, ഇതിനേക്കാൾ വലുത് ഈ മഹാലോകത്തിൽ ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അതിനാർക്കും താല്പര്യമില്ല. സിസ്റ്റർ യൂതിത്ത് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ഓൺലൈനിലൂടെ പ്രാർത്ഥന നടത്തുന്നുണ്ട്. വർഷങ്ങളായിട്ട്, ഇപ്പൊ മാതാവിനെ കൊണ്ട് നടന്നു തുടങ്ങിയിട്ട് 10 വർഷമായി. ഈ ശുശ്രൂഷ കാർമൻ റൂഹ മിനിസ്ട്രി തുടങ്ങിയിട്ട് 10 വർഷമായി. കാർമൻ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 10 വർഷമായി. അതുപോലെ 33 കാർമൻ റൂഹ പ്രേക്ഷിതർ ഇതുപോലെ ബ്രൗൺ ഇട്ടിട്ട് അവരുണ്ട്. എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് നോക്കി. ആ യൂതിത്ത് പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇവിടെ പറയാം, നിങ്ങൾ അറിയണ പ്രേക്ഷിതന ഒരു പ്രേക്ഷിതയോട് പറഞ്ഞു, ഒന്ന് സഹായിക്കാൻ വരാമോ? അവിടെ ഉണ്ട്, ചപ്പലി പള്ളിയിലുണ്ട്. പറ്റില്ല, എൻ്റെ മോൻ പറഞ്ഞിട്ട് പുറത്ത് കിടക്കരുതമ്മ. എന്നിട്ട് പറയണേ, എനിക്ക് ബാങ്കിൽ പോകണം, എനിക്ക് അങ്ങോട്ട് പോകണം, പിന്നെ അത്യാവശ്യം ചില കാര്യങ്ങളുണ്ടെന്നാ പറഞ്ഞത്. ഒരു അരമണിക്കൂർ യൂത്ത് പ്രാർത്ഥന ഓൺലൈൻ നടത്താൻ എൻ്റെ കൂടെ ശബ്ദം തന്നാൽ മതി. അത് കഴിഞ്ഞു. സിസ്റ്ററിനോട് എന്നെ ചോദിച്ചു, അത് കട്ട് ചെയ്ത് ഓർക്കണം. അവര് പറഞ്ഞില്ല. അവിടെ വന്ന് ഉറക്കെ സ്തുതിക്കാൻ പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞ മോൾ കൊറോണയാണ്. അവരാണ് സിസ്റ്ററെ സഹായിക്കാൻ വന്നത്. അവരാണ് സിസ്റ്ററെ സഹായിക്കാൻ വന്നത്. അപ്പൊ എന്തിനാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്? ഇപ്പൊ ഞാൻ വിചാരിച്ചു പ്രേക്ഷിത 8 മണിയൊക്കെ അവിടെ വന്നിരുന്നു. ആളാ പള്ളിയിലായിരുന്നു. ബാക്കിയുള്ളവർ ഇവിടെയാന്നുള്ളത് ഈ പ്രേക്ഷിതയ്ക്ക് അറിയില്ല. കഴിഞ്ഞ തവണ വന്നവരല്ല ഇപ്പൊ വന്നേക്കണം. അപ്പൊ നോക്കുമ്പോ ഞാൻ പറഞ്ഞു, എത്ര പേര് വന്നിട്ടുണ്ട്, അതനുസരിച്ച് വരാനോ? അവർ പറഞ്ഞു, ആകെ 2 പേരാ വന്നിട്ടുള്ളൂ. 10 കഴിയട്ടെ, 10:30 ആവട്ടെ. പക്ഷെ ഇവിടെ നിറച്ച് വന്നത് ആൾക്കറിയില്ല. വരാനിരുന്ന ആള് അവര് നേരം വൈകി. ഞാൻ അപ്പോഴേക്കും എന്റെ കാർ പോന്നു, നേരം വൈകി. ഭയങ്കര സന്തോഷം തോന്നി. എന്നെ കാറിൽ കൊണ്ടുവന്നാക്കാൻ വന്ന ആ ആൾക്കും സന്തോഷമായി, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന്. മറ്റം കൊറോണ പള്ളിയിലേക്ക് ഞാൻ കയറി ചെന്നു. പൊരിഞ്ഞ മഴ. കയറി ചെന്ന് വികാരിയച്ഛന്റെ ബ്ലെസ്സിങ്, അതെനിക്ക് പ്രേക്ഷിതരുടെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ആ പള്ളിയിലെ വികാരിയച്ഛന്റെ ബ്ലെസ്സിങ് മേടിക്കണം. അതാണ് അതിന്റെ ശരി. അത് മേടിച്ച് നമ്മൾ വന്ന് പോകണം. അപ്പൊ ഞാൻ നേരെ കൊറോണ പള്ളിയിലേക്ക് കയറിയത്, വികാരിയച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാൻ. അച്ഛൻ എന്തോ എവിടേക്കോ പോയി കണ്ടോ, ഇപ്പൊ തന്നെ വരുന്നു പറയും. നമ്മളാ കയറിച്ചിട്ട് നടപ്പരയിൽ കുമ്പസാരം കൂടെ കിട്ട നടപ്പരയിൽ മാതാവിനൊക്കെ വെച്ച് കുരിശൊക്കെ വെച്ച് സെറ്റ് ആവുമ്പോ ഇതേ പ്രായം തോന്നിക്കണ ഒരു അപ്പച്ചൻ, അപ്പച്ചനല്ല അപ്പച്ചൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അല്ലേ, വന്നില്ലേ? അപ്പൊ ഇതുപോലെ പ്രായം അപ്പച്ചൻ സൈക്കിൾ നിർത്തിയിട്ട് കേറി ഗൗരവത്തിൽ വന്നു. സിസ്റ്റർ എന്താണ് ഇവിടെ നിൽക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ ഇതൊരു തീർത്ഥാടന കേന്ദ്രമല്ലേ, ഇവിടെ നിൽക്കാൻ പാടില്ലേ? അല്ല സിസ്റ്റർ ഒറ്റയ്ക്ക് എന്താണ്
എനിക്ക് മനസ്സിലായി ഇവിടെ നടക്കണത് ആ അപ്പച്ചന് അറിഞ്ഞൂടാ. നടക്കണത് മറ്റം ഫൊറോനയിൽ. നിങ്ങൾ എത്ര ഭാഗ്യപ്പെട്ടവരാ. അസിസ്റ്റ് പോലും അറിയാണ്ടാണ് ആ വികാരി അച്ഛൻ കുർബാനയ്ക്ക് കഴിഞ്ഞ മുന്നത്തെ മാസം ഓടിയിട്ട് പറഞ്ഞത്. 2ാം ശനിയാഴ്ച പരിശുദ്ധ ത്രിത്വത്തിന്റെ മനോഹരമായ ഈ ദിവ്യകാരുണ്യ ആലയത്തിൽ കാർമൽ സിസ്റ്ററും ടീമിന്റെ ധ്യാനം ഉണ്ടായിരിക്കും. അച്ഛൻ എന്നോട് പറഞ്ഞു, ആരും വന്നില്ലെങ്കിലും സിസ്റ്ററെ കസേര ഷീബയും ചടലൻ നിരത്തിയിട്ട് തരും. സിസ്റ്റർ കസേരയോട് പ്രസംഗിക്കാം. അച്ഛന് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു കൊടുക്കാവോ? കുറച്ചൊക്കെ കസേര തികയാണ്ടായിരുന്നു കഴിഞ്ഞ തവണ. കസേരയോട് സംസാരിക്കേണ്ടി വന്നിട്ടില്ല. മാതാവ് തന്നെ എല്ലാവരും കുട്ടിക്കൊണ്ട് വന്നിട്ട്. പക്ഷെ ഈ അപ്പാപ്പനോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. എല്ലാ ഞായറാഴ്ചയും അച്ഛൻ ഇവിടെ ധ്യാനം വിളിച്ച് പറയുന്നില്ലേ ചേട്ടാന്ന് ചോദിച്ചു. പറയണ്ടേ തോന്നുന്നു. എന്നാ പറയണ്ടേ തോന്നില്ല. അച്ഛൻ ചങ്ക് പൊട്ടി എല്ലാ കുർബാനയ്ക്കും പറയുന്നുണ്ട്. ഇവിടെ ധ്യാനം 2ാം ശനി സിസ്റ്ററുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്ന്. സിസ്റ്റർ അറിയാത്തത് കൊണ്ടാ. ഔട്ട് ഓഫ് കേരള പോയി കഴിയുമ്പോൾ ഇവരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ജനം ഓടിക്കൂടുന്നത്. എല്ലാം 1000 തവണ വചനം എഴുതിയിട്ടും ഈ മാതാവിനെ തൊട്ടുമുത്തിയിട്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിരവധി ആളുകൾ ഔട്ട് ഓഫ് കേരള. ഔട്ട് ഓഫ് കേരള. എന്തിനു പറയുന്നു പ്രിയപ്പെട്ടവരെ? ഞാൻ ഈ ദിവസങ്ങളിൽ 2-3 പോസ്റ്ററുകൾ ഇട്ടു. കണ്ടിട്ടോ? നിങ്ങൾ കണ്ടോന്നോ അറിയില്ല. കാരണം റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്തവരൊന്ന് കൈപ്പൊക്കെ മക്കളെ കൊണ്ട് കഴിഞ്ഞ തവണ പറഞ്ഞു. എല്ലാവരുടെ ഫോണും ഇന്ന് ഫെബി കളക്ട് ചെയ്യണം. എല്ലാവരും ഫോൺ കൊണ്ടുവന്നവരൊന്ന് കൈപ്പൊക്കിയ. എല്ലാവരുടെ ഫോണും ഇവിടെ കളക്ട് ചെയ്യാം. ഇരുന്ന് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. അതിൽ ഞാൻ പോസ്റ്റ് ഇട്ടു. അതായത് ഇപ്പൊ ഫുട്ബോൾ മയമാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാർ ഓടിക്കുന്നവൻ ഒരിക്കൽ സിസ്റ്ററോട് പറയാം, ഈശോ എന്ത് പറ്റി? കാറിനെ പറ്റിയാ? ഈശോ ബാക്കിലേക്ക് കുഴപ്പമില്ല, മാതാവ് ഞാനും ബെൽറ്റിട്ടുണ്ട്. സിസ്റ്റർ ഇടിച്ചു എന്നല്ല, അടിച്ചു എന്നാ പറഞ്ഞേ. അടിച്ചുന്നാ? എന്തടിച്ചു? വേഗം പറഞ്ഞേ. ഇന്ന് വരെ ഇങ്ങനെ അപകടം ഉണ്ടായിട്ടില്ല സിസ്റ്ററിന്. 11 വർഷമായി ധ്യാനങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്കും ടീമായിട്ടൊക്കെ പോണു. ഒരു ഒരസിൽ പോലും ഉണ്ടായിട്ടില്ല. നീ എന്താ പറഞ്ഞ? അടിച്ചു. കാർ ഓടിക്കാത്ത കുട്ടി, ബികോം പഠിക്കുന്ന കുട്ടി ചോദിച്ചപ്പോ പറയാ അർജന്റീന അടിച്ചു ഗോള്. അർജന്റീന ഗോൾ അടിച്ചു. ഞങ്ങൾ കൊന്ന് ചെല്ലിക്കൊണ്ടിരിക്കുക, വിടാതെ കേട്ട കൊന്ന് ചെല്ലിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു അടിച്ചു വാക്ക് മാത്രമായിട്ട് ഞാൻ വെച്ചു ഇടിച്ചു എന്നാ കേട്ടേ. ഇൻട്രസ്റ്റ് എവിടെയാ? കാർ ഓടിക്കില്ല ഇങ്ങനെ ഇരിക്കും. മൊബൈല് ഗൂഗിൾ മാപ്പ് ഇട്ടുണ്ട്. മറ്റൊന്നും എവിടേക്കാണ് പോവാണ് അവിടേക്കുള്ളത്. ആ മാപ്പല്ല അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഫുട്ബോൾ മാപ്പാണ്. പക്ഷെ അവിടെ ഗുണം സൃഷ്ടി കണ്ടത് എന്താന്ന് വെച്ചാൽ ഇവര് ഈ ടീം ഡ്രസ്സിംഗ് പറഞ്ഞെന്താ സിസ്റ്റർ പറഞ്ഞെന്താ ജയിക്കാനുള്ള കാരണമാണ്. അത് നന്നായി എവിടെ ധ്യാന കേന്ദ്രത്തിൽ പറയാൻ പറ്റുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ ചെന്നാൽ ഈ അർജന്റീന എന്ന ഗ്രൂപ്പ് അവര് എല്ലാ ഗ്രൂപ്പ് ടീം അംഗങ്ങളുടെ മേത്ത് അവർ ഹണ്ണാൻ വെള്ളം തെളിക്കും. ഒന്ന് ഹോളി വാട്ടർ, ഒന്ന് ഹോളി വാട്ടർ. 2 ലൂതറൻ മാതാവിന്റെ, അവൻ കാണിച്ചെന്ന കാരണം എനിക്ക് ഇതിനെപ്പറ്റി ABCD അറിയില്ല. ലൂതറൻ മാതാവിന്റെ വലിയ പടം, രൂപല്ല പടം, ഇതുപോലെ വലിയൊരു പടം ഒരു മൂക്കിൽ വെച്ച് പന്തിൽ ഇറങ്ങുന്നതിന് മുൻപ് അവര് കൈയടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. 3 പോസ്റ്റ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടു, പോസ്റ്റ് ഇട്ടതൊക്കെ. അവരെ പറഞ്ഞിട്ടില്ല, ഒരു ഫുട്ബോളിന്റെ പടം കൂടി നീ ഇട്ടു, കണ്ടിട്ടുണ്ടാവും. 3ാമത്തെ കാര്യം, ഒരു ഗോൾ അടിച്ചാൽ ആ വ്യക്തി ഉടൻ തന്നെ മുട്ടുകുത്തുന്നു, കൈ 2 മേപ്പെട്ടാക്കുന്നു, തല മേപ്പെട്ടാക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു, വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുമ്പോ 2ാം വിജയം. അപ്പൊ വിജയത്തിന്റെ പിന്നിൽ നമ്മൾ അറിയിക്കാൻ പോയത് കർത്താവിന്റെ കരമുണ്ട്. എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ കർത്താവിന്റെ കരം
കർത്താവിൽ ഒരു ആശ്രയം വേണം പ്രിയപ്പെട്ടവരെ. എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അതിൻ്റെ വ്യക്തമായ തെളിവാണ് ആ മകൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ചാലും ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നു, മാതാവിൻ്റെ പടം കാണിച്ചു തന്നു. അതിൽ നിന്ന് സിസ്റ്റർ പോസ്റ്ററുകളുണ്ടായി. കൈയടിച്ച് കർത്താൻ മാതപ്പെടുത്തിയ 3 വാക്കുകൾ നിങ്ങൾക്ക് കിട്ടി. യാഹ്വേ ഇരേ, എഫ്ഫാത്ത, ഓശാന. ഇരുന്നെഴുതുക. നിങ്ങളുടെ മക്കൾക്ക്, മക്കളുടെ തലമുറയ്ക്ക് ഇനി നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ്. അപ്പൊ നമ്മള് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. പുസ്തകം അടച്ചിട്ട് ആവേ മരിയ, 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 ആവേ ഓടിപ്പോകുകയും കരയാതിരിക്കൂ. സംഭവം ഓടിപ്പോകുകയും കരയാതിരിക്കൂ. യൂദാവംശത്തിൽ നിന്നുള്ള സംഭവം ദാവീദിന്റെ പേരുമായവൻ വിച്ഛേദിച്ചിരിക്കുന്നു. വെളിപാട് 5:5 ഇതാ കർത്താവിന്റെ കുരിശ്. യൂദാവംശത്തിൽ നിന്നുള്ള സംഭവം ദാവീദിന്റെ പേരുമായവൻ വിച്ഛേദിച്ചിരിക്കുന്നു. വെളിപാട് 5:5 ഇതാ കർത്താവിന്റെ കുരിശ്. കരയാതിരിക്കൂ. യൂദാവംശത്തിൽ നിന്നുള്ള സംഭവം ദാവീദിന്റെ പേരുമായവൻ വിച്ഛേദിച്ചിരിക്കുന്നു. വെളിപാട് 5:5 ഇതാ കർത്താവിന്റെ കുരിശ്. ഓടിപ്പോകുകയും കരയാതിരിക്കൂ. യൂദാവംശത്തിൽ നിന്നുള്ള സംഭവം ദാവീദിന്റെ പേരുമായവൻ വിച്ഛേദിച്ചിരിക്കുന്നു. വെളിപാട് 5:5 ഇതാ കർത്താവിന്റെ കുരിശ്. ഓടിപ്പോകുകയും കരയാതിരിക്കൂ. യൂദാവംശത്തിൽ നിന്നുള്ള സംഭവം ദാവീദിന്റെ പേരുമായവൻ വിച്ഛേദിച്ചിരിക്കുന്നു. വെളിപാട് 5:5 ഇതാ കർത്താവിന്റെ കുരിശ്. ഓടിപ്പോകുകയും കരയാതിരിക്കൂ. മൊബൈല് പിടിക്കുന്നു. വിശുദ്ധ മർക്കോസ് അധ്യായം 1:40 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. ഒരുമിച്ച് ഉറക്കെ പറഞ്ഞു. വെളിപാട് 1:3 ദൈവവചനം വായിക്കുകയും കേൾക്കുകയും പാലിക്കുകയും എഴുതുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ അനുഗ്രഹിക്കപ്പെടും. ഉറക്കെ വായിക്കാം. ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എല്ലാവരും എടുത്തു കഴിഞ്ഞോ? അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ പോയി കൈകെട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവനെ ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച്
ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. ായ ഒരു വിശ്വാസ പ്രമാണം 12 നന്മ നിറഞ്ഞ മറിയം. 12 നന്മ നിറഞ്ഞ മറിയം. അത് വെളിപാട് 12. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അതിൽ നിന്നാണ് നമ്മൾ 12 നന്മ നിറഞ്ഞ മറിയം. യഥാർത്ഥ മരിയ ഭക്തൻ, ഏറ്റവും വലിയ മരിയ ഭക്തനായ ലൂയി മോൺഫോർട്ട് പുണ്യവാന്റെ ഒരു ഭക്ത അഭ്യാസമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ചെറുകിരീട സമർപ്പണം. 3 സ്വർഗസ്ഥനായ ഒരു വിശ്വാസ പ്രമാണം 12 നന്മ നിറഞ്ഞ മറിയം. അത് പുണ്യവാൻ ചെയ്തിരുന്നത് അമ്മയുടെ ചെവിയിൽ വന്ന്, ചെവി നമുക്ക് കാണാൻ പറ്റില്ല, നമ്മൾ ചെയ്യുന്നത് അമ്മയുടെ തൃപ്പാദത്തിൽ 2 കരങ്ങളും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, 2 കരങ്ങളും തൃപ്പാദത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് അമ്മയോട് 3 കാര്യങ്ങൾ പറയുന്നു. നേരെ പോലെ 3, 30,000, 3,000 കാര്യങ്ങൾ പറയാം. അർജന്റ് 3 കാര്യം മാതാവിനോട് പറഞ്ഞ് അത്രയും സമയം എടുക്കണുള്ളൂ. നമ്മൾ ഈ ചെറു കിരീടം അമ്മയുടെ ശിരസിൽ വെക്കുകയാണ് ഈ ഭക്താഭ്യാസം. എൻ്റെ അമ്മയ്ക്ക് ചെറു കിരീട സമർപ്പണം. പുണ്യവാൻ ചെയ്തിരുന്നത് ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും മനസ്സിലെ ആത്മന ചൊല്ലിയിരുന്നു. നമുക്കറിയാം ബെർണാർഡ് പുണ്യവാൻ എന്താണ് പ്രത്യേകത? എത്രയും പേരുള്ള മാതാവേ എന്ന പ്രാർത്ഥന. ഏത് സാഹചര്യത്തിലാണ് അത് എഴുതിയത്? പുണ്യവാന്റെ ആശ്രമത്തിലെ എപ്പോഴും മാതാവിനെ, പ്രസിദ്ധ മാതാവിനെ എടുത്തു നടക്കുന്നു. പുണ്യവാന്റെ മാതാവിൻ്റെ ഈ വശത്തു കൂടെ ആ വശത്തേക്കും ആ വശത്തു കൂടെ ഈ വശത്തേക്കൊക്കെ കടന്നു പോകുമ്പോൾ പുണ്യവാൻ പറയും മറിയമേ സ്വസ്തി എന്ന് പറയും. മറിയമേ സ്വസ്തി. ഒരു പ്രാവശ്യം പറയാൻ മറന്നുപോയി. അത്ര തിരക്കാ, എല്ലാവർക്കും ഒരു തിരക്കാണ്. എന്താണ് തിരക്കെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. തിരക്കോണ്ട് തിരക്ക്. ഇപ്പൊ സിസ്റ്ററിന്റെ അനിയത്തിമാര് 3 സിസ്റ്റേഴ്സ് ഉണ്ട്. കോയമ്പത്തൂരും, പിന്നെ കോയമ്പത്തൂർ തന്നെയുണ്ട് 2 പേര്, ഒരാൾ തൃശ്ശൂരുണ്ട്. പിന്നെ അമ്മയുടെ 3 അനിയത്തിമാര് സിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ആരും പരസ്പരം ഫോണൊന്നും വിളിക്കണില്ല, വാട്സപ്പ് മെസ്സേജ് ഇല്ല. കാരണം എല്ലാവരും തിരക്കോണ്ട് തിരക്ക്, എല്ലാവരും തിരക്ക്, ആർക്കും ഇതിന് നേരില്ലാത്തൊരവസ്ഥ. എന്നാൽ എന്താ ചെയ്യണേന്ന് ചോദിച്ചാലാ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോ. എന്താ തിരക്ക്? എന്താ തിരക്കെന്ന് വെച്ചാൽ നേരം വെളുത്ത് വൈകുന്നേരം അവളത് അറിയണില്ല എന്ന് അവർ പറയാം. അപ്പൊ സൂര്യനെ കുറ്റം പറയാൻ പോകും. അത് തിരക്കാ. അപ്പൊ ഈ പുണ്യവാൻ ഒരു ദിവസം ഇങ്ങനെ തിരക്കോട് കൂടിയാ പോയി. ഉടനെ ആ കസേരയുടെ അവിടെ എത്തിയ വശം ഇവിടെ നിന്നൊരു സ്വരം, ബെർണാർഡേ മകനെ നിനക്ക് സ്വസ്തി. എല്ലാ നേരവും മറിയമേ നിനക്ക് സ്വസ്തി എന്ന് പറയണം മകനോട്. അമ്മ ഒരു പ്രഖ്യാപനം, ബെർണാർഡേ മകനെ നിനക്ക് സ്വസ്തി. ഉടനടി ഓടി വന്നു, അവിടെ മുട്ടുകുത്തി. പിന്നെ എന്താ വരിക? കണ്ണീരോടെ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് മാപ്പ് തരണം അമ്മേ. അങ്ങനെ എഴുതിയ പ്രാർത്ഥനയാണ് എത്രയും ദയുള്ള മാതാവ്. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, കേരളം കണ്ട ഏറ്റവും വലിയ വിശുദ്ധനാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. പുണ്യവാൻ പറയുകയാണ്, 3 എത്രയും ദയുള്ള മാതാവേ എന്ന് അമ്മയുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചൊല്ലിയാൽ മല പോലെ വന്നു നിന്ന കാര്യം മലര് പോലെയാകും, പൂ പോലെയാകും. മല പോലെ വന്ന കാര്യം പൂ പോലെയാകും, മലര് പോലെയാകും. പരീക്ഷ നോക്കിക്കോ, 3 എത്രയും ദയുള്ള മാതാവ്. അപ്പോൾ അതും എഴുതിച്ചോ, 3 എത്രയും ദയുള്ള മാതാവ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അമ്മയോട് ചോദിച്ചാൽ വിളിപ്പുറത്ത്, അമ്മയോട് ചോദിച്ചാൽ വിളിപ്പുറത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ തൃപ്പാദത്തിൽ കൈവച്ച് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് സിസ്റ്റി കിരീടം തരും, അത് ശിരസിൽ അണിയിക്കണം. അതാണ് കിരീട സമർപ്പണം. അമ്മയെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ കർമ്മല മാതാന്റെ തിരുനാൾ വരികയാണ്. എല്ലാവരുടെ കഴുത്തിലും ഉത്തരീയം ധരിക്കണം, ഉത്തരീയം ധരിക്കണം. അതൊക്കെ സിസ്റ്റർ പറഞ്ഞുതരാം. വെറുതെയുള്ള ചട്ടയല്ല ഉത്തരീയം. അമ്മയുടെ മെരിയൻ, ഈ തുണി, ഇതാണ് അമ്മയുടെ ഉടുപ്പ്. സിസ്റ്റർ ഈ ഉടുപ്പ് മാത്രം ഇടുള്ളൂ, 9 വർഷമായിട്ട് ബ്രൗൺ മാത്രം. അപ്പോൾ ഇതിൽ നിന്ന് മുറിച്ചെടുത്ത് അതിലെ സൈമൺ സ്റ്റോക്ക് കർമ്മല മാതാവ് കൊടുക്കുന്ന ഒരു പടമുണ്ട്. മറ്റേ വെന്തിങ്ങയുടെ അടുത്ത മാസം നമ്മൾ പലതരം ഞങ്ങൾ പഠിപ്പിക്കാം. മറ്റേ തട്ടില്, വെന്തികയുടെ മറ്റേ തട്ടുമ്മേ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് സൈൻ ആൻഡ് പ്രൊട്ടക്ഷൻ.
ഇത് നിനക്കൊരു അടയാളവും അച്ചാരവും രക്ഷാ കവചവുമാകുന്നു. എന്നിട്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അത് സിസ്റ്റർ എഴുതി തരുന്നുണ്ട്. ഞങ്ങളത് കർമ്മലയിൽ എന്നിട്ട് പ്രാർത്ഥനയുണ്ട്. ജൂലൈ 16 അർദ്ധരാത്രി കർമ്മല മാതാവ് സൈമൺ സ്റ്റോക്ക് എന്ന പുണ്യവാന് പ്രത്യക്ഷപ്പെട്ടാണ് ഈ ഉത്തരീയം കൊടുത്തത്. ഉത്തരീയം കിട്ടിയ ഉടൻ തന്നെ പുണ്യവാൻ ആ ഉത്തരീയം കൊണ്ട് ഒരു ഓട്ടാണ്. കഠിന പാപിയും നിരീശ്വരവാദിയുമായ ഒരു മകൻ അവിടെ തൊട്ടടുത്ത് മരിക്കാൻ കിടക്കുന്നുണ്ട്. ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പോയതാ. ഈ അമ്മ നൽകിയ ഉത്തരീയം കൊണ്ട് കാലത്ത് എഴുന്നേറ്റിട്ട് പുണ്യവാൻ അങ്ങോട്ട് ഓടി ഈ പാപിയുടെ മേത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ ഇത് സത്യമാണെന്ന് എനിക്ക് തെളിയിച്ചു തരണം. ഡൗട്ടിങ്, നമ്മുടെ തോമയുടെ മക്കളെ നമ്മളെല്ലാവരും അങ്ങനെ അത് വെച്ചു. അയാളുടെ അസുഖം മാറി, നിരീശ്വരവാദി ദൈവവിശ്വാസിയെ മാറി, കഠിന പാപി പോയി. അപ്പോൾ നമ്മുടെ എല്ലാ പൂർവികരും, പ്രിയപ്പെട്ടവരെ, പൂർവിക ശാപ അത് ഇതെന്നൊക്കെ നമ്മളെല്ലാവരും ഇങ്ങനെ ഏത് നേരം പ്രാർത്ഥനയിൽ പറയുന്ന വെച്ചാലും ഈ വെന്തിങ്ങയുടെ ഈ തട്ട് പിടിച്ചാണ്, ഈ തട്ട് ആ പടവും അതുകൊണ്ട് ഈ തട്ട് പിടിച്ചാണ് നമ്മുടെ പൂർവികർ പ്രാർത്ഥിച്ചിരുന്നത്. ചൂണ്ടലിലെ ഡോക്ടർ ജോസിനെ നിങ്ങൾ അറിയുമോ? ഏത് സിസ്റ്റേഴ്സിൻ്റെയും കണ്ടുപിടിക്കാനാവാത്ത രോഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ഡോക്ടർ. ഇപ്പൊ പ്രായമായി എന്നാലും ആ ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രോഗി കടന്നു ചെന്നാൽ തൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന വെന്തിങ്ങ പുറത്തേക്കിടും. ഈ വെന്തിങ്ങയുടെ ഈ തട്ട് പിടിച്ചുകൊണ്ട് അത് ഞാൻ പറയണ്ട കേട്ടോ, ആള് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പെഴുതി ഡയഗ്നോസ്, നിനക്ക് ലിവറിൽ ക്യാൻസർ, പോയി ചികിത്സിച്ചോ. നിനക്ക് ലങ്സിൽ ക്യാൻസർ 3 മാസം, അല്ല 6 മാസം കേട്ടോ, 3 അല്ല തെറ്റി പറഞ്ഞു. ലങ്സ് ലിവറൊക്കെ 6 മാസം. ഏത് ഡോക്ടറാണ് നിനക്ക് വന്നിരിക്കുന്നത്? ഗോൾഡ് ബ്ലാഡർ 10 കല്ലുണ്ട്, പോയി ചികിത്സിക്കും. കിഡ്നിയിൽ കല്ലു അടിഞ്ഞുകൂടിയില്ല, അതാണ് നിന്റെ വേദന, അതുകൊണ്ടാണ് മലബന്ധപ്പൊക്കെ ഓടിക്കോ. ഇങ്ങനെ പറഞ്ഞിരുന്നത് ഇത് പിടിച്ചില്ല, വെന്തിങ്ങനെ തട്ടി. ഇന്നും ആ ഡോക്ടർ, അപ്പം നമ്മൾക്ക് ഇത് എന്താ കുറച്ച് മെൻ്റലാവോ എന്ന് നമുക്ക് തോന്നും. അല്ല, ഇത് പിടിച്ച് ഇടത്തെ കയ്യിൽ പിടിച്ച് വലത്തെ കൈ കൊണ്ട് ഡയഗ്നോസിസ് എഴുതി തുടങ്ങും. ഇങ്ങനെയാണ് ഈ മാസം ഉത്തരീയം ധരിക്കേണ്ട മാസമാണ്. കഴുത്തിൽ ഉത്തരീയവും കയ്യിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, കൈ വീശിക്കൊണ്ട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്റർ പറഞ്ഞ പോലെ, സിസ്റ്റർ പറഞ്ഞ എൻ്റെ പേര് ഷെബി എന്നാണ്. ഇവിടെ നിന്ന് കുറച്ച് എരുമപ്പെട്ടി ഭാഗത്താണ് എൻ്റെ വീട്. ഞാൻ സിസ്റ്റർ കാർമലിൻ്റെ കൂടെ കൂടിയിട്ട് കുറച്ച് വർഷങ്ങളായി. സിസ്റ്ററിൻ്റെ പ്രേക്ഷിതയാണ്. തൊഴുപാടത്ത് സിസ്റ്ററിൻ്റെ ധ്യാനങ്ങളിൽ സഹായിക്കാൻ 3 ദിവസം എല്ലാ മാസവും പോവും. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഈ മാസം മറ്റത്തേക്ക് എൻ്റെ കൂടെ വരണമെന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സിസ്റ്ററിന് ആദ്യമായി നന്ദി പറയുന്നു. സിസ്റ്റർ പറഞ്ഞു കർമ്മല മാതാവിനെ പറ്റി. ജൂലൈ 16 പ്രത്യേകത എന്താ? അന്ന് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്ററിന്റെ, കാർമൽ സിസ്റ്ററിന്റെ ഫീസ്റ്റ് ആഘോഷിക്കുന്നത്. കൈയടിച്ച് സിസ്റ്ററിന്റെ ഫീസ്റ്റ് ആഘോഷിക്കും. അത് ശക്തിയോടെ വലിയൊരു മഠത്തില് പ്രേക്ഷിതരെല്ലാവരും ഒത്തുചേരുന്നുണ്ട്. സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയില് എല്ലാവരും കാർമൽ സിസ്റ്ററിനെ ഓർക്കണം. ഞാൻ ഇന്ന് അല്പസമയം നമ്മൾ ധ്യാനിക്കാൻ പോണത് മറിയത്തെ പറ്റിയാണ്. ദൈവം എന്തിനാണ് മറിയത്തെ തെരഞ്ഞെടുത്തത്? പിതാവായ ദൈവം മറിയത്തെ എന്തിനാണ് തെരഞ്ഞെടുത്തത്? തന്റെ ഏകപുത്രന്റെ അമ്മയാകാനായിട്ടാണ് പിതാവായ ദൈവം മറിയത്തിനെ തെരഞ്ഞെടുത്തത്. ലൂക്ക 1:28 ദൂതൻ എന്താ പറയണേ? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിന്റെ കൃപ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കുന്നതാണ് മറിയത്തില്. അതാണ് പിതാവായ ദൈവം മറ്റാരും തിരഞ്ഞെടുക്കാണ്ട് മറിയത്തിനെ തന്റെ പുത്രന്റെ അമ്മയാകാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ത്രിത്വൈക ദൈവം എന്ന് പറഞ്ഞ എന്താ? ഈ ത്രിത്വൈക ദൈവം കഴിഞ്ഞാല് അടുത്ത സ്ഥാനം നമ്മുടെ സഭയിലുള്ളത് ആർക്കാണ്? മറിയത്തിന്, മാതാവിനാണ്. ത്രിത്വൈക ദൈവം കഴിഞ്ഞാല് പ്രഥമ സ്ഥാനം മാതാവിനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ സഭയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം മാതാവ് അലങ്കരിക്കുന്നുണ്ട്. യേശു കുരിശിൽ കടന്നുകൊണ്ട് യോഹന്നാനോട് എന്താ പറഞ്ഞത്? അത് യോഹന്നാന് മാത്രമായിട്ടാണ് അമ്മേനെ കൊടുത്തത്? അല്ല, നമുക്ക് എല്ലാവർക്കും
അമ്മയായിട്ടാണ് മറിയത്തിന് നമുക്ക് എല്ലാവർക്കും അമ്മയായിട്ട് ഈശോ തന്നു. ആ മറിയത്തെ നമ്മൾ വണങ്ങുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ മറിയത്തിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ അന്നേ യോവാക്കീം അങ്ങനെയല്ല ചെയ്തിരുന്നത്. ഒരോഹരി ദേവാലയത്തിന്, ഒരോഹരി പാവപ്പെട്ടവർക്ക്, ഒരോഹരി മാത്രം അവരുടെ ജീവിതത്തിന് ഉപയോഗിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഇവർക്ക് 20 വർഷങ്ങളായിട്ട് കുട്ടികളില്ല. അപ്പൊ ഇവരിങ്ങനെ പ്രാർത്ഥിക്കും, കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവാലയത്തിലേക്ക് ഒരു ദിവസം അന്നയും യോവാക്കീമും കൂടി ബലിയർപ്പിക്കാൻ പോയി. ജെറുസലേം ദേവാലയത്തിലേക്ക് ബലിയർപ്പിക്കാൻ പോയപ്പോൾ അവിടുത്തെ പുരോഹിതൻ യോവാക്കീമിനെ പരിഹസിച്ച് പറഞ്ഞു, മാറിയിരിക്കാൻ പറഞ്ഞു. അവിടുത്തെ പുരോഹിതൻ പറഞ്ഞു, മാറി നിൽക്കുക, കുട്ടികളില്ലാത്ത നീ ഇവരോട് കൂടെ മറ്റുള്ളവരോട് കൂടെ ബലിയർപ്പിക്കാണോ ചോദിക്കും. അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ കുട്ടികളില്ലാത്തവരെ ശപിക്കപ്പെട്ടവരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അങ്ങനെ യോവാക്കീമിനെ മാറ്റി നിർത്തിയപ്പോൾ യോവാക്കീമിന് ഭയങ്കര വിഷമമായി. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വനത്തിലേക്ക് ഓടിപ്പോയി. അവിടെ ഓടിപ്പോയിട്ട് കുറേ ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ യോവാക്കീമിന് ശക്തമായ പ്രാർത്ഥനയുടെ അവസാനം ഒരു ദൈവദൂതൻ യോവാക്കീമിനെ ഈ വനത്തിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, നിന്റെ ഭാര്യയുടെ ഗർഭപാത്രം അടഞ്ഞിരിക്കുന്നത് അത്ഭുതകരമായി തുറക്കാൻ വേണ്ടിയിട്ടാണ്. അത് അടഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അത്ഭുതകരമായി, അത് പാപത്തിന്റെ സന്തതിയെ പ്രസവിക്കാനുള്ളതല്ല, ദൈവപുത്രനെ വഹിക്കാനുള്ളതാ. അപ്പൊ അത് അത്ഭുതകരമായി തുറക്കാൻ വേണ്ടിയിട്ടാണ് അത് അടഞ്ഞിരിക്കുന്നത്. പേടിക്കണ്ട, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞിനെ മറിയം എന്ന് പേരിടണമെന്ന് ദൂതൻ യോവാക്കീമിനോട് പറയണം. അങ്ങനെ യോവാക്കീം സന്തോഷമായിട്ട് വീട്ടിലേക്ക് മടങ്ങും. അങ്ങനെ അന്നയും യോവാക്കീമും കുറെ നാളത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം എന്തുണ്ടായി? ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് എന്ത് പേരിട്ടെ? മറിയം എന്ന് പേരിട്ടു. അങ്ങനെ ഇവര് കുഞ്ഞുണ്ടായപ്പോ ഇവരൊരു നേർച്ച നേർന്നുണ്ടായിരുന്നു. 3 വയസ്സാകുമ്പോൾ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കാമെന്ന്. അങ്ങനെ അവര് പറഞ്ഞ വാക്ക് പാലിച്ച് നമ്മൾ പലരും നേർച്ച നേർന്ന് നമ്മളത് കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോവാണ്. എന്നാൽ യോവാക്കീം അങ്ങനെയല്ലായിരുന്നു. ഈ നേർച്ച അവര് നിറവേറ്റി ഈ 3 വയസ്സായ കുഞ്ഞിനെ കൊണ്ടുപോയി ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ മറിയം അവിടെ ഉള്ള കന്യകകളായ സ്ത്രീകളോട് കൂടെ വചനം കേട്ടും പ്രാർത്ഥനയിലും നെയ്ത്ത്, തുന്നല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ വളരെ ഭക്തിയിൽ ജീവിച്ചു വരികയാണ്. അങ്ങനെ ജീവിച്ചു വരുന്ന സമയത്ത് മറിയത്തിന്റെ മാതാപിതാക്കളായ യോവാക്കീമും അന്നയും മരിച്ചു പോവാണ്. മനസ്സിലായോ? മരിച്ചു പോവാണ്. അങ്ങനെ മരിച്ചു പോകുമ്പോൾ മറിയം ഇവിടെ ദേവാലയത്തിൽ തന്നെയാണ് താമസിക്കേണ്ടത്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 12 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുമല്ലോ. അപ്പൊ ഈ 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളെ ദേവാലയത്തിൽ നിർത്തില്ല, അവരെന്നെ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞു വിടും. പക്ഷെ മറിയത്തിന് പോവാൻ മറിയത്തിന്റെ അമ്മയും അപ്പച്ചനും മരിച്ചുപോയി. അപ്പൊ മറിയത്തിന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ അവിടുത്തെ പുരോഹിതന്മാരെല്ലാവരും കൂടി വിചാരിക്കും വിവാഹ നിശ്ചയം നടത്താണ്. മറിയം നിത്യകന്യകയായിട്ട് വ്രതം എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അവര് ദൈവത്തിനോട് ആലോചന ചോദിക്കും. ആലോചന ചോദിച്ചിട്ട് പ്രധാന പുരോഹിതൻ പ്രാർത്ഥിച്ചിട്ട് ആലോചന ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയും, കന്യകയ്ക്ക് വിവാഹ നിശ്ചയം നടത്തിക്കൊള്ളാൻ പറയും. അപ്പോൾ പ്രധാന പുരോഹിതൻ അതനുസരിച്ച് കന്യകയ്ക്ക് വിവാഹ നിശ്ചയം നടത്താൻ ഇങ്ങനെ വരന്മാരെ അന്വേഷിക്കും. അപ്പോൾ ദൂതൻ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വിവാഹ നിശ്ചയം നടത്തുന്ന സമയത്ത് ഈ വരന്മാരുടെ വടികൾ മേടിച്ചിട്ട് പ്രാർത്ഥിക്കണം. ഈ പ്രധാന പുരോഹിതൻ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ വടി തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു അടയാളം ആ വടിയിൽ കാണുന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ ആ പുരുഷനാണ് ഈ മറിയത്തെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. അതേപോലെ പ്രധാന പുരോഹിതൻ ചെയ്തു. അപ്പൊ മറിയത്തെ വിവാഹം കഴിക്കാനായിട്ട് കുറെ ചെറുപ്പക്കാര് വന്നു. അപ്പൊ അവരുടെ എല്ലാവരുടെയും വടികൾ കൊടുത്തു. വടികൾ കൊടുത്തു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു കൊടുത്തപ്പോ എന്തുണ്ടായേ? ഔസേപിതാവിന്റെ വടി തളിർത്തു. അതിനൊരു പ്രാവ് വന്നിരിക്കുകയും ചെയ്തു. അപ്പൊ അവർക്ക് മനസ്സിലായി ഔസേപിതാവ് തന്നെയാണ് മാതാവിന് അനുയോജ്യമായ പുരുഷൻ എന്ന് മനസ്സിലായി. അപ്പൊ ഇവര് കല്യാണം കഴിക്കേണ്ട ഒരു നിബന്ധന പ്രകാരം മറിയം നിത്യകന്യകയാണല്ലോ. അപ്പൊ അത് ആ നിബന്ധന പറഞ്ഞുറപ്പിച്ചിട്ടാണ് ഔസേപിതാവിന് വിവാഹ നിശ്ചയം നടത്തുന്നത്. അങ്ങനെ ഔസേപിതാവും മാതാവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഔസേപിതാവ് മരപ്പണിക്കാരനാകുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് പോയി വൈകുന്നേരം വരെ അങ്ങനെ പറ്റില്ല. അപ്പൊ ജോലിക്ക് വേണ്ടിയിട്ട് ദൂര സ്ഥലങ്ങളിലേക്ക് പോയിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇന്നത്തെ പോലെ അല്ലാതെ അറിയാമല്ലോ എല്ലാവർക്കും.
അപ്പൊ ജോലിക്ക് പോയിട്ട് ഈ മരപ്പണിക്ക് പോയിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഔസപിതാവ് വരുള്ളൂ. അപ്പൊ ഔസപിതാവ് മാതാവിനോട് പറയും, ഔസപിതാവിന്റെ വീട്ടില് അന്നത്തെ കാലം എന്ന് വെച്ചാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഈ പുരുഷന്മാരുടെ വീട്ടിൽ പോയി താമസിക്കാം. അപ്പൊ ഈ നിശ്ചയം കഴിഞ്ഞപ്പോ മാതാവ് ഔസപിതാവിന്റെ കൂടെ ഔസപിതാവിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഔസപിതാവ് ജോലിക്ക് പോകുമ്പോൾ, മരപ്പണിക്കായിട്ട് പോകുമ്പോൾ ഈ മാതാവിനെ ഔസപിതാവിന്റെ വീട്ടിലാക്കി പോവുകയാണ്. മാതാവ് അവിടെ സന്തോഷത്തോട് പ്രാർത്ഥിച്ചും ഈ തുന്നല്, നൂൽപ്പ് ഇതൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക. അപ്പോഴാണ് ഒരു ദിവസം ദൈവദൂതൻ വന്ന് പറയുന്നത്, എന്താ പറഞ്ഞേ? നന്മ നിറഞ്ഞ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പിന്നെന്താ പറഞ്ഞ? ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നത്. അപ്പൊ മാതാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കണേ? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് ചോദിക്കണേ. അറിഞ്ഞിട്ടില്ലല്ലോ എന്നല്ല, അറിയുന്നില്ലല്ലോ. ഇനി അറിയാൻ പോണില്ല, കല്യാണം കഴിഞ്ഞാലും അറിയാൻ പോണില്ല. മാതാവ് ചോദിക്കേണ്ടത് അറിയുന്നില്ലല്ലോ, അല്ലാണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നല്ല ചോദിക്കണേ. അപ്പൊ ദൂതൻ എന്താ പറയാ? നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് ഗർഭം ധരിക്കുന്നത് പറഞ്ഞു. അങ്ങനെ മറിയം അതിന് സമ്മതം, ആമേൻ പറഞ്ഞു, സമ്മതം മൂടി. അങ്ങനെ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാവാണ്. അപ്പൊ അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ പുരുഷനറിയാത്ത ഒരു സ്ത്രീ, വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ടുള്ളോ, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല, മറിയം നിത്യകന്യകയായിട്ട് വ്രതം ചെയ്തിട്ടുള്ളതാണ്. ഒരു സ്ത്രീ ഗർഭിണിയായി എന്താ ഉണ്ടാവുക? അപ്പൊ ആളുകളുടെ പരിഹാസം, ഇതൊക്കെ കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പൊ മറിയം ഇത് പറയാൻ വേണ്ടിയിട്ട് ആദ്യം ഓടി ചെല്ലുന്നത് ആരുടെ അടുത്തേക്കാണ്? എലിസബത്തിന്റെ അടുത്തേക്ക്. എലിസബത്തിന്റെ അടുത്തേക്ക് ഓടാണ്. എലിസബത്തിന് ഇത് പറഞ്ഞാൽ മനസ്സിലാവോ? അതിന്റെ കാരണം എന്താ? എലിസബത്ത് വന്ധ്യയായിരുന്നു, പ്രായം കവിഞ്ഞതുമാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം പറയുന്നത്, സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയൂ? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ്. അപ്പൊ സക്കറിയ വൃദ്ധനും എലിസബത്ത് പ്രായം കവിഞ്ഞോളാണ്, വൃദ്ധയാണ്. അപ്പൊ സയന്റിഫിക്കലി അവർക്ക് ഒരു കുഞ്ഞുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ദൈവം കടാക്ഷിച്ച് എലിസബത്ത് ഗർഭിണിയായി. അപ്പൊ മറിയം ഇത് പറയാൻ വേണ്ടിയിട്ട് എലിസബത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. അങ്ങനെ ഓടിപ്പോകുമ്പോൾ എന്തുണ്ടാവുക? മറിയത്തിന്റെ 1-ാം അധ്യായം 41-ാം വാക്യം. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. ദൈവപുത്രന്റെ അമ്മയാണ് വന്നേക്കുന്നത്, അങ്ങനെ ശിശു കുതിച്ചു ചാടിയില്ലേ? അപ്പൊ മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തില് ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അപ്പൊ മറിയം ചെന്നപ്പോ എലിസബത്ത് ആരായേ? അപ്പൊ നമ്മോട് മറിയത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താവും? പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാവും. അതാണ് നമ്മൾ മറിയത്തിന് വളരെയധികം സ്ഥാനം കൊടുക്കുന്നതും. പ്രത്യേക ദൈവം കഴിഞ്ഞാൽ മറിയത്തിന് വളരെയധികം സ്ഥാനം കൊടുക്കുന്നുണ്ട്. അമ്മേനെ വിളിച്ച് അപേക്ഷിച്ച നടക്കാത്ത ഒരു കാര്യമില്ല. അങ്ങനെ മറിയ എത്ര മാസം എലിസബത്തിന് ശുശ്രൂഷിച്ചു? 3 മാസമാണോ? 6 മാസം ശുശ്രൂഷിച്ചത്. എന്നിട്ട് 3 ആണോ? എന്നാ 3. ഒരു കൺഫ്യൂഷൻ വന്നു. 3 മാസം ശുശ്രൂഷിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഔസപിതാവ് തെരഞ്ഞിട്ട് വരികയാണ്. ഔസപിതാവിന് ആകെ വിഷമായി. എന്താ വെച്ചാൽ മറിയം ഗർഭിണിയായെന്ന് പറഞ്ഞപ്പോൾ ഔസപിതാവിന് ഓട്ടോമാറ്റിക്കായിട്ട് ടെൻഷൻ വന്നു. അപ്പൊ ഔസപിതാവ് നീതിമാനാണ്. ബൈബിളിൽ വളരെ ചുരുക്കം പേരെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, നല്ലവൻ നീതിമാൻ എന്നൊക്കെ. അപ്പൊ നീതിമാനായ ഔസേപ്പ് ആരും അറിയാണ്ട് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും അവിടെ ഇവിടെയൊക്കെ അയക്കും. പക്ഷെ ഔസപിതാവ് അതല്ല ചെയ്തത്, രഹസ്യമായിട്ട് മറിയത്തിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൂതൻ വന്നിട്ട് ഔസപിതാവിനോട് പറയുന്നത്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ പരിശുദ്ധാത്മാവിനാണ് ഗർഭം ധരിച്ചതെന്ന് ഔസപിതാവിനോട് പറയുന്നത്. അപ്പൊ ഔസപിതാവിന്റെ എല്ലാ ടെൻഷനും മാറി മറിയത്തെ സന്തോഷമായിട്ട് സ്വീകരിച്ച് മറിയത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞ് ജനിച്ചു, ഈശോ ഉണ്ടായി. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും മാതാപിതാക്കളുടെയും പ്രീതിയിൽ, ദൈവത്തിന്റെയും മാതാപിതാക്കളുടെയും പ്രീതിയിൽ വളർന്നു വന്നു. അങ്ങനെ നമ്മുടെ ചരിത്രം പറയുന്നത്, ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഔസപിതാവ് മരിച്ചു എന്നാണ്.
പിന്നെ ഔസപിതാവിനെ പറ്റി ബൈബിളിലൊന്നും കാണുന്നില്ല. ഉണ്ടോ? കാണലില്ലേ? ആ. പിന്നെ ഔസപിതാവ് ഈശോയുടെ പാർശ്വ ജീവിതത്തിന് മുൻപ് മരിച്ചു എന്നാണ് വിശ്വസിച്ചു പോകുന്നത്. അങ്ങനെ മാതാവും ഈശോയും കൂടി ജീവിച്ച് ഈശോയാണ് ഇതാ നിന്റെ അമ്മ, മാതാവിനോട് പറയാണ് ഇതാ നിന്റെ മകൻ എന്ന്. അങ്ങനെ പിന്നെ അമ്മ താമസിക്കേണ്ടത് ഈ ശിഷ്യന്മാരുടെ കൂടെ യോഹന്നാന്റെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. അമ്മ ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. 1950 നവംബർ 1-ാം തീയതി 12-ാം പീയൂസ് മാർപ്പാപ്പയാണ് മറിയത്തിന്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. അപ്പൊ മറിയത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചെറിയൊരു അറിവ്. അതായത് കാർമൽ മലയിലാണ് ഈ കർമ്മല മാതാവിനോടുള്ള ഭക്തിയുടെ തുടക്കം. കർമ്മലീത്ത സഭ പാലസ്തീനയിലെ കാർമൽ മലയിലാണ് ആരംഭിച്ചത്. കുരിശ് യുദ്ധകാലത്താണ് ഈ കർമ്മലീത്ത സഭ വളർന്നു വന്നത്. അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഈ സഭയ്ക്ക് വളരെയധികം എതിർപ്പുകൾ ഉണ്ടായിരുന്നു, ഈ കർമ്മലീത്ത സഭയ്ക്ക്. അപ്പോൾ 1251 വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഉത്തരീയം നൽകി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാല് ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവര്, അതായത് നമ്മളിപ്പോൾ ഇടുന്ന ഈ വെന്തിങ്ങ ധരിച്ച് മരിക്കുന്നവര് നശിച്ചു പോയില്ല, അവരുടെ ആത്മാവ് നശിച്ചു പോയില്ല എന്ന്. പിന്നെ ഈ ഉത്തരീയം ധരിക്കുമ്പോൾ നമുക്ക് രക്ഷയാണ്, ആപത്തുകളിൽ സംരക്ഷണമാണ്, സംരക്ഷണത്തിന്റെയും സമാധാനത്തിന്റെയും അടയാളമാണ് ഈ ഉത്തരീയം. അങ്ങനെ 1251 സൈമൺ സ്റ്റോക്കിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഉത്തരീയം കൊടുത്തുകൊണ്ട് കർമ്മല മാതാവ് പറയാണ്. ഒരിക്കലും ഇതേപോലെ അമ്മ വിശുദ്ധ ഡൊമിനിക്കിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഉത്തരീയത്തിലൂടെയും ജപമാലയിലൂടെയും ഞാൻ ലോകത്തെ രക്ഷപ്പെടുത്തുന്നു പറഞ്ഞു. ഉത്തരീയത്തിന്റെ പ്രാധാന്യം, ജപമാലയുടെ പ്രാധാന്യം പറയുന്നത്. ഉത്തരീയത്തിലൂടെയും ജപമാലയുടെയും ഞാൻ ലോകത്തെ രക്ഷിക്കുന്നു പറഞ്ഞു. പിന്നെ വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ അറിയില്ലേ? കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ അറിയില്ലേ? ആ കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ സഹോദരനോട് ഒരു ദിവസം പിശാച് പറഞ്ഞു, 3 കാര്യങ്ങളാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്താണെന്നറിയോ? 1 ഈശോയുടെ നാമം, 2 മറിയത്തിന്റെ നാമം, 3 ഉത്തരീയം. ഇത് പിശാചുക്കളെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാവരും കഴുത്തിൽ ഉത്തരീയം ധരിച്ച് നമുക്കത് സംരക്ഷണമാണ്. പിശാചുകൾ ഇത് കണ്ട ഓടിപ്പോന്ന പറയണം. അതുപോലെ തന്നെ 1932 22-ാം യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് ഈ മാതാവ്, കർമ്മലീത്ത മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഉത്തരീയം ധരിച്ച് മരിച്ച ആത്മാക്കളെ ഞാൻ രക്ഷിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുമ്പോൾ ഈ ഉത്തരീയം സ്ഥിരമായി ധരിച്ചിട്ട് മരിച്ചു പോകുന്നവരില്ലേ, അവരെ ഞാൻ രക്ഷിക്കും. പക്ഷെ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഉത്തരീയം സ്ഥിരമായി ധരിക്കുന്നവരാകണം. മനസ്സിലായോ? സ്ഥിരമായിട്ട് ധരിക്കണം. പിന്നെ ജീവിത വിളിക്കനുസൃതമായ ലൈംഗിക വിശുദ്ധി പാലിക്കണം. ജീവിത വിളിക്കനുസൃതമായ ലൈംഗിക വിശുദ്ധി. മാതാവിന്റെ സ്തുതിക്കായിട്ടുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ചെല്ലണം. പിന്നെ ഉപവാസം, നോമ്പ്, മാംസവർജനം, ഉപവി പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വേണമെന്നില്ല. ഇതിലേതെങ്കിലുമൊക്കെ പാലിക്കണവരുണ്ടെങ്കിൽ, ഉത്തരീയം ധരിച്ച് മരിച്ചവരാണെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നിട്ട് മാതാവ് അവരെ രക്ഷിക്കുന്നു. പിന്നെ 2001 വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു, സമ്പന്നമായ മരിയൻ പാരമ്പര്യങ്ങളിൽ ഒന്നാണ് കർമ്മലോത്തരീയ ഭക്തി. അപ്പൊ ഉത്തരീയത്തിന്റെ പ്രാധാന്യം നമ്മൾ പലരും കൊന്ത കഴുത്തിലിടുന്നവരുണ്ടാവും. ഉത്തരീയത്തിന്റെ പ്രാധാന്യം ചിലപ്പോൾ നമുക്ക് അറിയാനായിട്ടാവും നമ്മളത് കഴുത്തിലിടാറില്ലേ. പക്ഷെ അത് നമുക്ക് വലിയൊരു സംരക്ഷണമാണ്, കവചമാണ്. സാത്താനെതിരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സർവശക്തനായ പിതാവ്, ആകാശത്തിന്റെയും ഭൂമിയിലെയും കർത്താവുമായ ഈശോമിശിഹായെ നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിത്യ
നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കാറ്റു വീതച്ചു കോടും കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ കാറ്റു വീതച്ചു കോടും കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ ആട്ടിൻ പറ്റങ്ങൾ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ മുൾമൂടി ചൂടി കുരിശും ചുമന്നിത മുട്ടി വിളിക്കുന്നു ഞങ്ങൾ ഇന്നും മുട്ടി വിളിക്കുന്നു ഞങ്ങൾ നിത്യവിശുദ്ധ നമുക്ക് ശ്രദ്ധാപൂർവ്വം ഭക്തിയുടെ ശ്രദ്ധാപൂർവ്വം എന്നാൽ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള വാക്യം. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ ചില പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതെന്നും അവൻ നമ്മോട് പറഞ്ഞു. അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുപോകും. ഇക്കാര്യം അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും. ലോകം സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീ പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയമാകുന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകും. എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യ ലോകം ജനിച്ചതുകൊണ്ടുള്ള സന്തോഷനിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവർ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും.
അപ്പോൾ നിങ്ങൾ ഹൃദയം സന്തോഷിക്കും. നിങ്ങൾ ആ സന്തോഷം ആരും നിങ്ങൾ എടുത്തു കളയും. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. സത്യസത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തോട് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. കർത്താവിന്റെ ദാസി എന്ന് പ്രചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ കന്യാമറിയത്തെ പോലെ മനസ്സിന് വിധേയരായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യം നിത്യവിശുദ്ധയാം കന്യാമറിയമേ സാധിക്കുന്നവർ അനുഗ്രഹീത ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് നിത്യവിശുദ്ധയാം കന്യാമറിയമേ നാമം വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ, സ്നേഹവാത്സല്യം എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ.